നമസ്കാരം. ഫാഷൻ ഷോകളുടെയും മോഡലിംഗിന്റെയും മറവിൽ ദുബായിലേക്ക് പെൺകുട്ടികളെ കടത്തി ക്രൂര പീഡനത്തിനിരയാക്കിയ കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് തുടരുന്നത്. അറസ്റ്റിലായ മൂന്നാം പ്രതി മോഡലുമായ ലീന എബ്രഹാം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്. കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അലീനയുടെ ഭീഷണി. അതേസമയം കേസിന്റെ അന്വേഷണം പ്രമുഖ സിനിമ സീരിയൽ താരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാനാണ് പോലീസിന്റെ നീക്കം. ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷേ അണ്ണാക്കിൽ തരും, അതൊന്ന് ആലോചിച്ചു വെച്ചേക്ക് എന്ന അലീനയുടെ വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നത്. കൊച്ചിയിലെ ഒരു പ്രമുഖ ഗുണ്ടാ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരിയായ യുവതി അലീന ഭീഷണിപ്പെടുത്തിയത്. ഇതോടെ അലീനയുടെ ആൺ സുഹൃത്തായ ഗുണ്ടാ തലവനിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടിട്ടുണ്ട്. ഓരോ തവണയും പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുമ്പോൾ ഈ മാഫിയയ്ക്ക് ലഭിച്ചിരുന്നത് 2500 രൂപ വീതമാണ്. ദുബായിലെ ഫ്ളാറ്റുകളിൽ വെച്ച് പെൺകുട്ടികൾക്ക് ലഹരിമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുക്കൾക്ക് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ പലർക്കും കാഴ്ചവെച്ചിരുന്നതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. കേസിലെ ഒന്നാം പ്രതിയായ സിന്ധുവിന്റെ ദുബായിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില പ്രമുഖ മലയാള സിനിമ സീരിയൽ താരങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ സെക്സ് റാക്കറ്റുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. സമാനമായ രീതിയിൽ ദുബായിൽ ക്രൂര പീഡനം നേരിടേണ്ടി വന്ന മറ്റൊരു ജില്ലയിൽ നിന്നുള്ള യുവതിയും ഇപ്പോൾ കൊച്ചി പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. കേസിൽ പിടിയിലായ മോഡൽ അലീന എബ്രഹാം, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പിടിയിലായ മുഖ്യപ്രതി സിന്ധുവിനെ കൊച്ചിയിലെത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ദുബായിൽ വെച്ച് യുവതികളെ പീഡിപ്പിക്കുവാൻ മുന്നിൽ നിന്ന മഹറൂഫ്, ശങ്കർ നമ്പൂതിരി എന്നീ പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. ഡിസിപി അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ലഹരി മരുന്ന് കേസിൽ കുടുക്കുമെന്നും കുഞ്ഞിനെ പോലും കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഈ സംഘം ഇരകളെ പൂട്ടിയിരുന്നത്. കൂടുതൽ പെൺകുട്ടികൾ ഈ അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റിന്റെ കീഴിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് നിഗമനം. വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും ഗുണ്ടാ സംഘങ്ങളിലേക്കും അന്വേഷണം നീളുന്നതോടെ വലിയ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഒന്നാം പ്രതി സിന്ധു ദുബായിൽ നടത്തിയിരുന്ന ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് ഈ വൻകിട ഇടപാടുകൾ നടന്നത്. സിനിമാ പ്രമോഷനുകളുടെയും വിദേശ ഷോകളുടെയും പേരിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും നിരവധി താരങ്ങൾ സിന്ധുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇവരിൽ ചിലർക്ക് ഈ അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റുമായി നേരിട്ട് സാമ്പത്തിക പങ്കാളിത്തമുണ്ടോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സിന്ധുവിന്റെയും അറസ്റ്റിലായ മറ്റു പ്രതികളുടെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും സൈബർ സെൽ വിശദമായി പരിശോധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സിനിമാ രംഗത്തെ പ്രമുഖരെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം അതിവേഗമാണ് നീങ്ങുന്നത്. ദുബായ് കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച മഹറൂഫ്, ശങ്കർ നമ്പൂതിരി എന്നിവരെ നാട്ടിലെത്തിക്കുകയാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി UAE പോലീസുമായി ബന്ധപ്പെടുവാനും പ്രതികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുവാനുമുള്ള നിയമ നടപടികൾ DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിച്ചു കഴിഞ്ഞു. നാട്ടിലേക്ക് തിരികെ വരാൻ ശ്രമിച്ച യുവതിയുടെ ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് വിമാനത്താവളത്തിൽ വെച്ച് കെണിയിലാക്കാൻ നോക്കിയ പ്രതികളുടെ ക്രൂരത അതീവ ഗൌരവത്തോടെ തന്നെയാണ് കോടതിയും കാണുന്നത്. കൂടുതൽ പെൺകുട്ടികൾ സമാനമായ രീതിയിൽ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചേക്കും. മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ അലീന എബ്രഹാമിന്റെ മുൻകാല കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കൊച്ചിയിലെ പ്രധാന കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങളുമായി അലീനയ്ക്ക് അടുത്ത സൗഹൃദമാണുള്ളത്. പോലീസിൽ പരാതി നൽകിയാൽ ഗുണ്ടാ നേതാക്കളെ ഉപയോഗിച്ച് ഇരകളെയും അവരുടെ കുടുംബത്തെയും വകവരുത്തുമെന്നും അലീന പ്രധാനമായും ഭീഷണി മുഴക്കാറുണ്ട്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അലീനയ്ക്ക് കൊച്ചിയിലെ ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അലീനയുടെ ഭീഷണി സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ തലവനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് ACP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകുന്ന സൂചന. കേസിൽ പിടിയിലായ അലീനയുടെ ഭീഷണി സന്ദേശം ഇങ്ങനെയായിരുന്നു: പരാതിപ്പെട്ടതിന് ഗുണ്ടാ നേതാവിന്റെ പേര് പറഞ്ഞ് പണി തരുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ചേച്ചി, ഈ കൂടെ നിന്നിട്ടുള്ള ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്യില്ല. എന്ത് ഉടായ്പ് കാണിച്ചാലും നമ്മൾ അണ്ണാക്കിൽ തേച്ചു കൊടുക്കും. ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷേ അയാൾ അണ്ണാക്കിൽ തരും, അതൊന്ന് ആലോചിച്ച് വച്ചേക്ക് എന്നാണ് അലീന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. വിദേശത്തുള്ള 2 പ്രതികളെ പിടികൂടുവാനായി നിയമ നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ സെക്സ് റാക്കറ്റിന്റെയും ഗുണ്ടാ സംഘങ്ങളുടെ ബന്ധങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു. ദുബായിലെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശി സ്റ്റോയിസി എന്ന സിന്ധുവാണ് കേസിലെ ഒന്നാം പ്രതി.
അലീന 3ാം പ്രതിയും പൊന്നാനി സ്വദേശി മഞ്ജുമ 4ാം പ്രതിയുമാണ്. മലയാളികളായ 2 സ്ത്രീകളാണ് 2ഉം 5ഉം പ്രതികൾ. മോഡലിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നീ ജോലികൾ വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി യുവതികളെ ലഹരിമരുന്ന് ഉൾപ്പെടെ നൽകി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ദുബായിലെത്തിയതിന് പിന്നാലെ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി ലഹരി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി ഒരു യുവതി വെളിപ്പെടുത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 1 മാസം പുറത്തു കടക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ബന്ധുവിന്റെ സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് മരട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഏറെ ഗൌരവമേറിയ കേസാണിതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറയുന്നു. ഡിസിപി അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചത്. എറണാകുളം എസിപി KG സുരേഷാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മരട് SHO അബ്ദുൽ മനാഫും അന്വേഷണ സംഘത്തിലുണ്ട്. സമാന വിധത്തിൽ ക്രൂരതകൾ നേരിടേണ്ടി വന്ന മറ്റൊരു ജില്ലക്കാരിയായ യുവതിയും പോലീസിന് പരാതി നൽകി. ഗ്ലാമർ ലോകത്തിന്റെ തിളക്കം കാട്ടി പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ അതിശക്തമായ ആസൂത്രണമാണ് ഈ സംഘം നടത്തിയിരുന്നത്. പരാതിക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇവരുടെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുക. ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും മോഡലിംഗിന് താല്പര്യമുള്ള പെൺകുട്ടികളെ കണ്ടെത്തും. തുടർന്ന് ദുബായ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന പരസ്യ ചിത്രങ്ങളിലും ഫാഷൻ ഷോകളിലും അവസരം വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിക്കും. കൂടാതെ തടങ്കലിലാക്കൽ. വിദേശ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന യുവതികളുടെ പാസ്പോർട്ടും ഫോണും പിടിച്ചുവെച്ച് നേരെ മുൻകൂട്ടി ബുക്ക് ചെയ്ത രഹസ്യ ഹോട്ടൽ മുറികളിലേക്ക് മാറ്റി തടങ്കലിലാക്കും. കൂടാതെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും മാരകമായ രാസലഹരി മരുന്നുകൾ ബലമായി കലർത്തി നൽകി പെൺകുട്ടികളെ അബോധാവസ്ഥയിലാക്കും. തുടർന്ന് വൻകിട ബിസിനസ്സുകാർക്കായി കാഴ്ചവെച്ച് ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ഇവരുടെ ശൈലി. ബോധമില്ലാത്ത അവസ്ഥയിൽ പെൺകുട്ടികളെ നഗ്നചിത്രങ്ങളും കിടപ്പറ ദൃശ്യങ്ങളും മൊബൈൽ ഫോണുകളിൽ പകർത്തും. പിന്നീട് തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാനോ നാട്ടിലേക്ക് മടങ്ങാനോ ആവശ്യപ്പെടുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും. മുൻപ് വൈറ്റിലയിലെ ബാറിൽ വടിവാളും കത്തിയുമായി മാരകമായ ആക്രമണം നടത്തി ജീവനക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ അലീനയും സംഘം അറസ്റ്റിലായതാണ്. അന്ന് പോലീസ് കസ്റ്റഡിയിലിരുന്ന പോലും യാതൊരു ഭയവുമില്ലാതെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിട്ട അലീന ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കൂടുതൽ പണക്കൊഴുപ്പിനായി ഈ സെക്സ് റാക്കറ്റിലേക്ക് കളം മാറ്റിച്ചവിട്ടിയത്. കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുടെ തണലിലാണ് ഇവർ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതും താവളങ്ങൾ മാറ്റിപ്പാർപ്പിച്ചിരുന്നതും. നിലവിൽ 3 യുവതികളാണ് ധൈര്യപൂർവ്വം മരട് പോലീസിൽ പരാതിയുമായി എത്തിയത്. എന്നാൽ കെണിയിലകപ്പെട്ട നിരവധി പെൺകുട്ടികൾ നാണക്കേടും ഭയവും കാരണം വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുകയെന്നാണ് സൂചന. വിദേശത്തിരുന്ന് ഈ റാക്കറ്റ് നിയന്ത്രിക്കുന്ന പ്രധാനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സിനിമാ മോഡലിംഗ് രംഗത്തെ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. ജാമ്യത്തിലിറങ്ങി വീണ്ടും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്ന ഇത്തരം മാഫിയകൾക്കെതിരെ അതിവേഗ വിചാരണ ഉറപ്പാക്കി കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവും നാട്ടിൽ ശക്തമാണ്.